ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് മറ്റൊരു നോമ്പ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സിലെത്തിയപ്പോൾ എല്ലാവരും നല്ല ക്ഷീണത്തിലാണ്. അപ്പോൾ ഉച്ചക്ക് തന്നെ ക്ലാസ്സൊക്കെ വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീട്ടിലെത്തി ഇങ്ങനെ വൈകുന്നേരത്തിനുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ആദ്യം എൻ്റെ മൈൻഡിൽ എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കണം. അപ്പോൾ സംതിങ് ഡിഫറെൻ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഇതുവരെയും ട്രൈ ചെയ്യാത്ത എഗ് ബജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് കടലപ്പൊടിയൊക്കെ എടുത്ത് പിന്നെ അതിന് ശേഷം താത്തൻ്റെ മോൾക്ക് ഇങ്ങനെ പാല് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾ എണീച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ വീണ്ടും ഇതാ മാവൊക്കെ എടുത്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് മാവ് പെട്ടെന്ന് കൂട്ടി വെക്കണം. പിന്നെ ഇത്തരം ബജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ വെള്ളം ആഡ് ചെയ്യാതിരിക്കുക. കാരണം വെള്ളം കൂടുന്തോറും ആ ഒരു കൺസിസ്റ്റൻസി പോകുന്ന മാത്രമല്ല, നമ്മൾ ആ ഒരു മുളകിലോട്ടാണെങ്കിലും അല്ലെങ്കിൽ എഗ്ഗിലാണെങ്കിലും ഒന്നും ആ ഒരു മാവ് പിടിക്കാത്തൊരവസ്ഥ വരും. പിന്നെ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ മൈദ കൂടുതൽ ആഡ് ചെയ്യാതെ മൈദ ഒരു അത്യാവശ്യത്തിന് മാത്രം ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടി കൂടുതൽ കടലമാവ് യൂസ് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റിൽ വരും. അപ്പോൾ ഞാനിതിൽ ഇപ്പോൾ ഒരു കടലമാവിനാണ് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു വേറെ ടേസ്റ്റാണ് നമുക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ അരിപ്പൊടി ആഡ് ചെയ്യുകയാണെങ്കിൽ അതൊന്നും കൂടി ഒന്ന് ക്രിസ്പി ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ക്രിസ്പി ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് അരിപ്പൊടി ആഡ് ചെയ്യാം. അല്ലാതെ സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അരിപ്പൊടിക്ക് പകരം ഇങ്ങനെ മൈദയും അതുപോലെ തന്നെ ഇങ്ങനെ കടലമാവും കൂടിയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വെള്ളം കുറച്ച് ആഡ് ചെയ്തിട്ട് മാത്രം നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം ഇനി വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി എത്ര വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് പൊരിക്കാൻ നേരത്ത് മാത്രം ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടെ എഗ്ഗൊക്കെ ഇങ്ങനെ ബാറ്ററിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് എഗ് ബജിയിൽ തന്നെ ആ ഒരു ഉള്ളിലെ ഉണ്ണിയൊക്കെ എടുത്തിട്ട് വേറെ സെപ്പറേറ്റ് നമുക്കൊരു മസാലയൊക്കെ ആക്കിയിട്ട് അങ്ങനെയും ചെയ്യണവരുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതൊന്നും കൂടി സിമ്പിൾ ആൻഡ് ഈസി മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ഇതാണ് ഫോളോ ചെയ്തത്. എന്തായാലും ഫസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ എന്താവും എന്നൊന്നും അറിയില്ല. എന്നാലും ആ ഒരു ആഗ്രഹത്തിന് പുറത്ത് നമ്മൾ കുറച്ച് മുട്ട മാത്രം എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇങ്ങനെ കണ്ടിട്ടൊക്കെ ഭയങ്കര സക്സസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ട്. ഇനി തിന്നോക്കിയാൽ അറിയാം എന്താ അവസ്ഥ എന്ന്. പിന്നെ കൂടുതലും മസാലയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പേടിയൊന്നുമില്ല, കാരണം ഫ്ലോപ്പായി പോകില്ലാന്ന്. ഇതെവിടെ ഒരാളിതാ ഉമ്മ എടുത്ത് വെച്ച സോസൊക്കെ എടുത്തിട്ട് അതൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞത് അനിയനും കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബ്രെഡ് ഉണ്ട്, പാലുണ്ട്, പിന്നെ മോൾക്കുള്ള ബിസ്ക്കറ്റൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറി ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ വാട്ടർമെലൺ മസ്റ്റാണല്ലോ, നോമ്പ് എന്ന് പറയുമ്പോൾ നമുക്കത് പത്തൊക്കെ ഇല്ലാതെ എന്തായാലും പറ്റൂല. അപ്പോൾ ഇതിതാ ഈ പടവലങ്ങ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ ബീഫ് കറിയൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പടവലങ്ങൻ്റെ പണിയിലാണ്. അപ്പോൾ അതെന്തായാലും എന്തെങ്കിലും ഒരു ഉപ്പേരിയാക്കി വെക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ഓരോ ബജി ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത പരിപാടി ചിക്കൻ ഫ്രൈ ആക്കാണ്. അപ്പോൾ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടാക്കാണ്ട്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇന്നത്തെ നോമ്പും നല്ല റാഹത്തായി നമ്മൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ എല്ലാവരും ഇങ്ങനെ നോമ്പ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എഗ് ബജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സംഭവം സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ കോളേജിൽ നിന്നൊക്കെ ഇങ്ങനെ കഴിച്ച് ആ ഒരു ടേസ്റ്റ് കിട്ടി. വീട്ടിൽ എന്തായാലും ഉണ്ടാക്കണം. പക്ഷെ നമുക്ക് റെസിപ്പിയും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇത്ര സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണെന്ന് പിന്നെയാണ് മനസ്സിലായത്. എന്തായാലും അത് കഴിച്ച് ഇതവളെ കൂടെ ഇങ്ങനെ കളിക്കുമ്പോൾ സമയം പോകണത് അറിയേയില്ല. ആൾക്ക് എപ്പോഴും ആരെങ്കിലുമൊക്കെ കളിക്കാൻ ഇങ്ങനെ അടുത്ത് വേണം. അപ്പോൾ എന്നെ കണ്ടപ്പോൾ എന്നെ ഇങ്ങനെ വിളിക്കായിരുന്നു. ഓളെ കൂടെ കുറച്ച് നേരം നിന്നിട്ട് ഞാൻ പിന്നെ ബാക്കി പരിപാടിക്ക് പോയി. അപ്പോൾ അത്താഴത്തിന് കഴിക്കാനുള്ള ചിക്കൻ ഗ്രേവിയും അതുപോലെ തന്നെ ഫുഡൊക്കെ ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് ചോറൊക്കെ ആക്കി രണ്ടും കൂടി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം ടൈമൊക്കെ ആയിട്ടുണ്ട്. കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇനി നമുക്ക് കിടന്നുറങ്ങണം. അതിനുശേഷം അവളെ കൂടെ ഇങ്ങനെ ഉളുക്ക് വരക്കാൻ ബുക്കും പെന്നൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ വെറുതെ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആളെന്തൊക്കെയൊക്കെയോ വരച്ചുണ്ടാക്കുന്നുണ്ട്. പിന്നെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ബീഫും പൂളിയും കൂടെ ഉണ്ടായിരുന്നു, അതും കഴിച്ച്. അപ്പോൾ അത്രക്കുള്ളൂ. ബൈ.